ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയൽ കാണാമേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് കൊഞ്ച് ഞാൻ നേരത്തെ പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് തേങ്ങ ചിരകിയത് ഞാൻ പാനിലിട്ട് വറക്കാനായിട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ടാണ് വറക്കുന്നത്. ഈ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ തേങ്ങ വറക്കാനല്ലേ, തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. ഒരു ശകലം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നേ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ തുടങ്ങിയോ? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ 2-3 ദിവസം കൊണ്ടേ നല്ല മഴയാണ്. ഇത് രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം നല്ല മഴ പുറത്ത്. അപ്പം ഞാൻ വിചാരിച്ച് ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം തേങ്ങയൊക്കെ വറുത്ത് കൊഞ്ച് തേങ്ങ വറുത്തരച്ച് കൊഞ്ച് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ നാടൻ മുരിങ്ങയ്ക്ക, എൻ്റെ വീട്ടിലെയാണ് കേട്ടോ. എൻ്റെ മുരിങ്ങയ്ക്കയുണ്ട്, ഇഷ്ടംപോലെ മുരിങ്ങയ്ക്കയുണ്ട്. പിന്നെ കിഴങ്ങ്, സവാള, തക്കാളി, 2 തക്കാളി, പച്ചമുളക്, ഇത്ര ഇട്ടിട്ടാണ് നമ്മളിന്ന് തീയൽ വയ്ക്കാൻ പോകുന്നത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ചിരണ്ടി അരിഞ്ഞു വെക്കാം. അപ്പോൾ ദാണ്ട നമ്മുടെ തേങ്ങയുടെ വറുത്ത് ഒരുവിധം കരുവാറുണ്ട്. ഇനി കൂടുതൽ തീ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിവകകളൊക്കെ ഇടാമേ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, ഉലുവാപ്പൊടി കുറച്ചിട്ടാൽ മതി, കഴിക്കും കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് ആ പച്ച ചുവ പോകാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പച്ച ചുവ പോകാത്ത വിധത്തിലൊന്ന് എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ പൊടിയൊന്ന് ചൂട് മാറുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി അരിയാം. ഈ രീതിയിലാണ് കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുരിങ്ങയ്ക്ക വെട്ടിയെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വായലിട്ട് കഴിക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കുഞ്ഞതാക്കണം. അപ്പം ഞാനിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തിട്ടില്ല, അത് പിന്നിടാം. അപ്പം വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ച് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി പോലുള്ള ഒരു പാത്രം കണ്ടാം. ചട്ടിയാണെങ്കിൽ ചെയ്യുന്നത്, പക്ഷേ കരച്ചട്ടിയല്ല. ഇതിൻ്റെ പേരൊന്നും പോകത്തില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാത്രമാണ്. ആ പാത്രം ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു 2 വറ്റൽമുളക് പിന്നെ കരിഞ്ഞിട്ട് കൊടുക്കണം. കടുക് വറക്കുകയാണ്. കടുക് വറത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ പച്ചക്കറി എല്ലാം കൂടി, കട്ട് ചെയ്ത പച്ചക്കറി എല്ലാം കൂടി തട്ടിയിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി അതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. തേങ്ങ വറുത്ത് വെച്ചിരുന്നത് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തു. പച്ചക്കറി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ച് ഇട്ട് ഇനി അതിട്ട് ഒന്ന് വഴറ്റാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കാം. ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക്
അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരപ്പിട്ട് ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടി അടച്ചെടുക്കും. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കൊഞ്ച് തീയൽ തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അവസാനം നമ്മുടെ വറുത്തരച്ച കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാ മണം! പക്ഷേ ഞാൻ മസാല ചേർത്തിട്ടില്ല കേട്ടോ. മസാല ചേർക്കണ്ടാത്ത പത്മ ചേച്ചി പറഞ്ഞു. ഞാൻ മസാല ചേർക്കുമായിരുന്നു. പത്മ ചേച്ചി പറയുന്നത്, എൻ്റെ ഫ്രണ്ട് പത്മ ചേച്ചി പറയുന്നത് നമ്മൾ മസാല ചേർക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾ മസാല ചേർക്കുമോ? മസാല ചേർക്കുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കൊഞ്ച് തീയലിനകത്ത് മസാല ചേർക്കുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പത്മ ചേച്ചി ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ മസാല ചേർത്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കൊഞ്ച് തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. ഓക്കേ.